നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് റാപ്പർ വേടനെതിരെ എൻഐക്ക് പരാതി. ബിജെപി പാലക്കാട് നഗരസഭാ കൗൺസിലറാണ് പരാതി നൽകിയത്. വേടൻ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കപട ദേശീയവാദി എന്ന് വേടൻ അവഹേളിച്ചുവെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. എൻഐക്ക് പുറമെ ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് മിനി കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെ പങ്കുവച്ചാണ് മിനിയുടെ പ്രതികരണം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശിപ്പിക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനാകും. വാർഷികാഘോഷ സമാപനത്തിന് മുന്നോടിയായി ഇന്നു രാവിലെ 10:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാതല യോഗത്തിൽ വ്യത്യസ്ത മേഖലകളിലെ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വയനാട്ടിൽ ലോറിയിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. 3495 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ഇന്നലെ രാത്രിയാണ് പരിശോധനയ്ക്കിടെ വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ വയനാട് വാളാട് സ്വദേശി സഫീറിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ലോറിയിൽ 200ഓളം ചാക്കുകളാണ് ഉണ്ടായിരുന്നത്. ബിയർ വേസ്റ്റിനടിയിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. മുഴിക്കുളത്ത് 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം അറിഞ്ഞിരുന്നില്ലെന്ന അമ്മയുടെ മൊഴി. ഭർത്തൃവീട്ടിലെ ഒറ്റപ്പെടുത്തൽ മൂലമാണ് കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഭർത്താവിന്റെ വീട്ടിൽ വലിയ ഒറ്റപ്പെടലാണ് അനുഭവിച്ചിരുന്നത്. സ്വന്തം കുട്ടികളെ പോലും ഭർത്തൃവീട്ടുകാർ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മ പോലീസിന് മൊഴി നൽകി. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ സംഭവത്തിൽ 2 പേർ ഉത്തർപ്രദേശിൽ പിടിയിൽ. ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കിട്ടുവെന്ന കുറ്റത്തിന് മുഹമ്മദ് ഹാറൂൺ, തുഫേൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ സേനയാണ് ഇരുവരെയും പിടികൂടിയത്. പിടിയിലായവരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുമാണ്.